നമസ്കാരം. എല്ലാ വർഷവും തിരുവനന്തപുരത്ത് നടക്കുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള IFFK ഇത്തവണയും ആരംഭിച്ചിരിക്കുന്നത് ഒരു വലിയ വിവാദത്തോടെയാണ്. ഈ മേളയിൽ പ്രദർശിപ്പിക്കാനെത്തിയ 19ഓളം സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് ഈ വിവാദം. ഇതിൽ 4 ചിത്രങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും മേളയിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഇതിലെ സ്പാനിഷ് ചിത്രമായ ബീഫ്, ഈ സിനിമയിലെ ഇറച്ചിയെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതിനും പ്രദർശനാനുമതി നിഷേധിച്ചിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ അനുമതി ഇപ്പോൾ 4 സിനിമകൾക്ക് അനുമതി നൽകിയ കൂട്ടത്തിൽ ഇതിനും അനുമതി നൽകി എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ സിനിമകൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഈ വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാൻ, അത് ഈ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം വിശദമാക്കുന്ന ചില സിനിമകളുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ആക്രമണങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഈ വിലക്കിയതിൽ 3 ഫലസ്തീൻ ചിത്രങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡിൻ്റെ അനുമതിയൊക്കെ വാങ്ങിയിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ പോലും ഈ സിനിമകളെ ആർക്കാണ് പേടിയെന്ന് സ്വാഭാവിക ഒരു ചോദ്യം ഉയരുന്നുണ്ട്. സിനിമയെ അത്ര പേടിക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് പൊതുവെ നമ്മൾ കരുതപ്പെടുന്നത്. മാത്രമല്ല ഈ വിലക്കപ്പെട്ട സിനിമകളുടെ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഐസൻസ്റ്റീൻ എന്ന വിഖ്യാത സംവിധായകൻ 100 വർഷങ്ങൾക്ക് മുമ്പ് സംവിധാനം ചെയ്ത നിശബ്ദ ചിത്രമാണ് ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ. ഇത് ഇന്നും സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാസ്റ്റർ പീസാണ്. ഈ നിശബ്ദ ചിത്രത്തിലെ ഒഡേസ സ്റ്റെപ്സ് പോലെയുള്ള രംഗങ്ങളൊക്കെ തന്നെ മനുഷ്യർക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? അവിടെ ഒരു കലാപമുണ്ടായി എന്നുള്ളത് സത്യമാണ്. അന്നത്തെ കാലത്തെ ആ സംഘർഷത്തേക്ക് തന്നെ ഒഡേസ സ്റ്റെപ്സ് എന്ന അതിമനോഹരമായ ആ ദൃശ്യങ്ങളിലൂടെ എഡിറ്റിങ്ങിൻ്റെയൊക്കെ തന്നെ പുതിയ തലങ്ങൾ കണ്ടെത്തിയ സിനിമയായിരുന്നു ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ. ആ സിനിമയും കൂടെ ഈ കൂട്ടത്തിൽ നിരോധിച്ചു എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സിനിമകൾ ഒരുപക്ഷെ അവരെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന ചിത്രം, ഇത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ പരാമർശമുണ്ട് എന്നുള്ള പേരിൽ വലിയ തോതിലുള്ള വിവാദമുണ്ടാകുകയും ഒടുവിൽ 17 കട്ടുകളാണ് ആ സിനിമയ്ക്ക് വേണ്ടിയത്. നമുക്ക് ഒരു സിനിമയുടെ 17 ഭാഗങ്ങളിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ആ സിനിമയുടെ ആകെ ഭംഗി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ആ സിനിമയുടെ അണിയറ പ്രവർത്തനം, മോഹൻലാലാണ് ഈ സിനിമയിൽ നായ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. എന്നിട്ടും അവർക്ക് ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു തരം വല്ലാത്ത രീതിയിലേക്ക് മാറുകയാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കുന്ന രീതിയിലാണ്. നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് വ്യാപകമായ സെൻസർഷിപ്പ് ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് കിസാ കുർസിക്ക എന്ന പേരിൽ ഇറങ്ങിയ ഒരു ചിത്രം, ഈ സിനിമ സഞ്ജയ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും കളിയാക്കുന്നതാണ് എന്ന് സംശയം ജനിപ്പിച്ച ഒരു സാഹചര്യത്തിൽ അന്ന് സിനിമയുടെ മുഴുവൻ പ്രിൻ്റുകളും നെഗറ്റീവും എല്ലാം തന്നെ സഞ്ജയ് ഗാന്ധിയുടെ മാരുതി കാർ ഫാക്ടറിയിൽ എത്തിച്ച് അവിടെ ഇട്ട് കത്തിച്ച് കളയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ സിനിമയുടെ ഒരു അവശിഷ്ടം പോലെ പിന്നെ ബാക്കി കിട്ടിയതുമില്ല. അന്ന് അതിനെയൊക്കെ എതിർത്ത് പിന്നീട് ഭരണത്തിലെത്തിയ ജനതാ പാർട്ടിയുടെ മറ്റൊരു രൂപമാണ് BJP. പക്ഷേ അവർ എന്തിനാണ് ഇതിനെ ഭയപ്പെടുന്നതെന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ മറ്റൊരു ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി തന്നെ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് ഇത്. ഇതിൻ്റെ പേരിൽ ജാനകി എന്നുള്ളത് നമ്മുടെ പുരാണങ്ങളിലെ സീതാദേവിയുടെ പേരുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ള പേരിലാണ് വലിയ വിവാദം ഉയർന്നത്. ഒടുവിൽ ആ സിനിമയുടെ പേര് തന്നെ മാറ്റേണ്ട അവസ്ഥ വന്നു. ജാനകി എന്നുള്ള ജാനകി V എന്നൊക്കെ മാറ്റി. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ആധുനിക കാലത്ത് സിനിമ എന്നാൽ മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കലകളിലൊന്നാണ്. അത് ഒരിക്കലും ഒരു മോശമായ സ്വാധീനത്തിലേക്ക് മാറുമെന്ന് നമുക്ക് കരുതാൻ കഴിയുകയില്ല. ഒരു സിനിമ കണ്ടുകൊണ്ട് ആരെങ്കിലും കുറ്റവാളിയോ അതല്ലെങ്കിൽ വർഗീയവാദിയോ ഒന്നും ആവുകയില്ല എന്ന് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. എന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനേക്ക് ഇത്ര ഭയപ്പെടുന്നത് എന്ന് സ്വാഭാവികമായും ചോദിക്കേണ്ടി വരുന്നു. മാത്രമല്ല, മോദി സർക്കാർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്കിടയിൽ ഇത്തരം വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അത് അവരുടെ മൊത്തം ഇമേജിനെ തന്നെ, അല്ലെങ്കിൽ സാംസ്കാരികമായും മറ്റ് കലാപരമായും ഒക്കെ തന്നെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ സർക്കാരിന് വലിയൊരു തിരിച്ചടിയായി മാറും. അതുപോലെ തന്നെ ഹാൽ എന്ന ചിത്രം നമുക്കറിയാം, ഈ സിനിമയിലും ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇത് ക്രിസ്ത്യൻ സഭകളെ അവഹേളിക്കുന്ന ചിത്രമാണെന്നുള്ള പരാതിയുമായി കോടതിയെ സമീപിക്കുന്നു കത്തോലിക്ക കോൺഗ്രസ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ കേരളത്തിലൊന്നും തന്നെ നമ്മൾ കേട്ടുകേളില്ലാത്ത കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MT വാസുദേവൻ സംവിധാനം ചെയ്ത നിർമ്മാല്യ എന്ന ചിത്രത്തിലെ ഈ സിനിമയിലെ വെളിച്ചപ്പാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്ന PJ ആൻ്റണി ആ വിഗ്രഹത്തിലേക്ക് തുപ്പുന്ന രംഗമൊക്കെ അന്ന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയതല്ല. ഇന്നാണെങ്കിൽ അതൊക്കെ സാധിക്കുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിക്കേണ്ടി വരും. മാത്രവുമല്ല, അടിയന്തരാവസ്ഥ കാലത്ത് റിലീസായ കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് നക്സലൈറ്റ് പ്രസ്ഥാനത്തെ വാഴ്ത്തിക്കൊണ്ടുള്ളതായിരുന്നു. ആ സിനിമയ്ക്ക് അന്ന് സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. പക്ഷേ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അക്കാര്യത്തിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള എതിർപ്പും പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അതൊരു കലാരൂപമാണ്, നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അന്നത്തെ പോലീസ് മേധാവി പോലും ഇക്കാര്യത്തിൽ കെ കരുണാകരനോട് വിയോജിച്ചൊക്കെ പോലും തൻ്റെ നിലപാട്, അതായത് ഒരു അവാർഡ് പറ്റിയ സിനിമ
അതിൽ പുരസ്കാരം നിർണ്ണയിക്കാൻ ഏൽപ്പിച്ചാൽ അത് അവർ തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടായിരുന്നു കരുണാകരൻ സ്വീകരിച്ചിരുന്നത്. അതുപോലെയെങ്കിലും കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഉദാരമായ ഒരു സമീപനം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് BJP സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു തിളക്കം നേടി നിൽക്കുന്ന പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള നാണക്കേടുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും കേരളത്തിലെ BJP നേതാക്കന്മാർ തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരിക്കും നല്ലത്. രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരു വളരെ പ്രൊഫഷണലായ കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തി സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരു സമയത്തൊക്കെ തന്നെ അവർക്കിതിൽ കൃത്യമായി ഇടപെടാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ്. കാരണം കേരളത്തിലെ ഇപ്പോൾ ചരിത്രമേളയെ ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ സിനിമാ പ്രേമികൾ, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സിനിമാ പ്രേമികളും സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി തിരുവനന്തപുരത്ത് താമസിച്ച് ചിത്രങ്ങൾ കാണാൻ എത്തുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഈ വിലക്ക് ഏർപ്പെടുത്തുക, സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറയുന്നത് അത് ആ ഒരു ചരിത്രമേളയുടെ തന്നെ മൊത്തം അതിൻ്റെ യശസ്സിനെ കേടുവരുത്തുന്നതാണ്. അത് ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള അതൃപ്തിക്കും ദുഃഖത്തിനുമൊക്കെ തന്നെ കാരണമാകും എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ചരിത്ര അക്കാദമിയെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയുകയില്ല. ചരിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി എന്ന നമുക്കറിയാം ഓസ്കാർ അവാർഡ് നേടിയ മലയാളിയാണ്. പക്ഷേ അദ്ദേഹം സ്ഥലത്തില്ല. ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ അതിൻ്റെ ചുമതല വഹിക്കുന്നവർ നേരത്തെ തന്നെ ഒരു മാസം മുമ്പെങ്കിലും ഈ സിനിമ സംബന്ധിച്ച വിശദാംശങ്ങൾ സെൻസർ ബോർഡിന് സമർപ്പിക്കേണ്ടതാണ്. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഒരു രാജ്യത്തൊരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത്. എല്ലാ രാജ്യത്തും, ഇന്ത്യ എന്നുള്ള എല്ലാ രാജ്യത്തും അത് നിർബന്ധമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ സെൻസർ ബോർഡ് നിയോഗിച്ചിട്ടുള്ളത്. വളരെ നേരത്തെ തന്നെ ഈ സിനിമകളെ തീരുമാനമെടുക്കുകയും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് ഈ സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ അവസാന നിമിഷത്തെ ആശയക്കുഴപ്പം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സെൻസർ ബോർഡ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ അറിയിച്ച വളരെ വൈകിയാണ് എന്നാണ്. വൈകിയാണ് അറിയിച്ചതെങ്കിൽ വൈകിയായിരിക്കും അതിന് പ്രതികരണം വരിക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യം. എങ്കിൽ പോലും ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ IFFK എന്ന് പറയുന്നത് പുതിയ തലമുറയുടെയൊക്കെ തന്നെ വലിയൊരു ഒത്തുകൂടലിൻ്റെ കൂടെ ഒരു സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള സിനിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുതുതലമുറയെ കേന്ദ്ര സർക്കാരിൻ്റെ നല്ല കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് ഒഴിവാക്കി തങ്ങൾ കാണേണ്ട നല്ല സിനിമകൾ, ലോകത്തിലെ സിനിമകളെ ഒഴിവാക്കിയ ഒരു വിഭാഗം ആളുകളാണ് എന്നുള്ള അല്പം മോശമായ ഒരു നിലപാടിലേക്ക് അവരെ എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഇതത്ര ശരിയാണോ എന്നുള്ള കാര്യം ഒന്നുകൂടി പുനർവിചിന്തനം നടത്തുന്നത് നല്ലതാണ്. നേരത്തെ കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മമതാ ബാനർജി സർക്കാർ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിനെ വകവയ്ക്കാതെ അവിടെ ഈ സിനിമകളെല്ലാം തന്നെ പ്രദർശിപ്പിക്കാനായിരുന്നു. ഏതായാലും കേരള സർക്കാർ ഇക്കാര്യത്തിൽ നിന്ന് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.